മിണ്ടിപ്പോരുത്. ഇങ്ങനെ ഒരു സാധനം. എടാ, ഒരു കുഞ്ഞി കണക്ക് പോലും ശരിയായി ചെയ്യാത്തത് കൊണ്ടല്ലേ ഭാസ്കര മാഷ് നിന്നെ തോൽപ്പിച്ചത്. തോറ്റ് തൊപ്പിയിട്ട് വന്നിരിക്കുന്നു. അയ്യോ, ഇതെന്തൊരു ഐഡിയ. കുട്ടികൾ ഇങ്ങനെ തല്ലാൻ പാടില്ല. ഇവനെ തല്ലിയാ പോരാ, തല്ലി ഓടിക്കണം. തോറ്റ് തൊപ്പിയിട്ട് വന്നിരിക്കുന്നവൻ. തല്ലരുതെന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ സംഗതി പറയൂന്നേ. ഇവനെ കണക്ക് മാഷ് തോൽപ്പിച്ചടാ. എങ്ങനെ തോൽപ്പിക്കാതിരിക്കും? നിസ്സാരമായ ഒരു ചോദ്യത്തിന് പോലും ഉത്തരം പറയാൻ അറിയില്ലെങ്കിൽ. എന്ത് ചോദ്യമാ ദീപു മാഷ് ചോദിച്ചത്? എന്റെ അടുത്ത് മാഷ് ദീപു, നിന്റെ കയ്യിൽ 10 പഴമുണ്ട്. അതിൽ 8 ഞാൻ കഴിച്ചു. ബാക്കി നിന്റെ കയ്യിൽ എത്ര കാണുമെന്ന്. എന്നിട്ട് നീ എന്തുത്തരം പറഞ്ഞു? പറഞ്ഞു കൊടുക്കടാ വൃത്തികെട്ടവനെ നിന്റെ ഉത്തരം. ഞാൻ പറഞ്ഞു ബാക്കി 1 കാണുമെന്ന്. കേട്ടോ, അവന്റെ ഉത്തരം കേട്ടോ? നിന്നെ ഞാനിന്നു. ഹോ, ഇങ്ങനെ ഒരു അച്ഛൻ. അവൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? അത് ശരി, നീ അവനേക്കാൾ കേമനാണല്ലേടാ. 10 പഴത്തിൽ 8 മാഷ്ക്ക് കഴിക്കാമെങ്കിൽ 1 ഇവനും കഴിച്ചൂടെ? അപ്പൊ ബാക്കി 1 കാണൂ. എന്നിട്ട് ആവശ്യമില്ലാതെ ഇവനെ തോൽപ്പിച്ചിരിക്കുന്നു. എടാ ടിൻഡു, അത് ഇവൻ ഉത്തരം. ചേട്ടൻ ഒന്നും പറയണ്ട. അല്ലെങ്കിലും ആ മാഷൊരു തീറ്റിപ്രാന്തനാ. ഇവന്റെ കയ്യിൽ നിന്ന് 8 പഴം വാങ്ങി വെട്ടി വിഴുങ്ങിയതും പോരാഞ്ഞ് തോൽപ്പിക്കുക കൂടി ചെയ്തിരിക്കുന്നു. ഇതങ്ങനെ വിട്ടാ പറ്റില്ല ചേട്ടാ. ഇനിയിപ്പോ എന്ത് ചെയ്യോടാ ടിൻഡു? നിങ്ങൾ ഇവനെയും കൂട്ടി മാഷിന്റെ വീട്ടിൽ പോണം. എന്നിട്ട് ഒന്നുകിൽ ഇവനെ ജയിപ്പിക്കാൻ പറയണം, അല്ലെങ്കിൽ ഇവന്റെ കയ്യിൽ നിന്ന് വാങ്ങി കഴിച്ച പഴം തിരിച്ചു തരാൻ പറയണം. ഇങ്ങനെയുണ്ടോ ഒരു തീറ്റപ്രാന്തൻ? 1, 2 അല്ല, 8 പഴങ്ങളല്ലേ ഒറ്റ ഇരിപ്പിന് തട്ടിയത്. മാഷാണത്രേ മാഷ്.